കഴിഞ്ഞ ഇനി ഞാൻ കുറച്ച് അറിവ് പകർന്നു തരാം. ഒരു ആസ്ട്രോണോട്ട് ഭൂമിയിലേക്ക് വരുന്നത് നിങ്ങളിപ്പോ ഈ കാണുന്ന പോലത്തെ ഒരു റീ എൻട്രി ക്യാപ്സ്യൂൾ ഉപയോഗിച്ചിട്ടാണ്. ഏകദേശം 40,000 km/h വേഗതയിലൂടെയാണ് ഈ ഒരു സംഭവം നമ്മുടെ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഒരു തീകോളം താഴത്തേക്ക് വീഴുന്നത് പോലെ ആയിരിക്കും നമുക്ക് പ്രത്യക്ഷത്തിൽ ഈ ഒരു സംഭവത്തെ കാണുമ്പോൾ തോന്നുക. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ എന്തുകൊണ്ടാണ് ഈ റീ എൻട്രി ക്യാപ്സ്യൂളിന്റെ അടിഭാഗത്ത് ഒരു തീ പോലത്തെ ഒരു അപ്പിയറൻസ് വരുന്നത്? നിങ്ങളുടെ മനസ്സിലുള്ള ഉത്തരം അറ്റ്മോസ്ഫിയറിക് ഫ്രിക്ഷൻ എന്നാണെങ്കിൽ അത് വളരെയധികം ഓവർ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഉത്തരമാണ്. ശരിക്കും ഇവിടെ സംഭവിക്കുന്നത് റാം പ്രഷർ എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ്. ഗ്യാസ് മോളിക്യൂൾസിനെ ഹൈലി കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെയധികം ടെമ്പറേച്ചർ പുറത്തേക്ക് കൊണ്ടുവരും. അപ്പോ ഇതേ അവസ്ഥ തന്നെയാണ് റീ എൻട്രി ക്യാപ്സ്യൂളിന്റെ അടിഭാഗത്ത് സംഭവിക്കുന്നത്. ഈ ഒരു സംഭവം 40,000 km/h വേഗതയിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് റീ എൻട്രി ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിന്റെ അടിഭാഗത്തുള്ള എയർ മോളിക്യൂൾസ് കംപ്രസ്ഡ് ആവും. ഇങ്ങനെ സംഭവിക്കുന്നതിന്റെ റിസൾട്ട് ആയിട്ട് ഹൈ ടെമ്പറേച്ചർ ഈ ഒരു ഭാഗത്ത് ഫോം ചെയ്യും. എന്നാൽ ഈ ഒരു പ്രതിഭാസം മനുഷ്യനിർമ്മിതമായിട്ടുള്ള എല്ലാ ഒബ്ജക്റ്റുകൾക്കും ബാധകമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ മാസം അമേരിക്കൻ ഗവൺമെന്റ് ഒരുപാടധികം UFOയുടെ വീഡിയോസ് പുറത്തേക്ക് വിടുന്നത്. ഈ വീഡിയോസിൽ കാണിച്ചിരിക്കുന്ന പറക്കുംതളികൾ പറക്കുന്ന വേഗത ഹൈപ്പർസോണിക് സ്പീഡിലാണ്. എന്നാൽ ഈ പറക്കുംതളികൾക്ക് ഞാനിപ്പോ ഈ പറഞ്ഞ പ്രശ്നം ഇല്ലേ ഇല്ല. ഇതുകൊണ്ട് ശാസ്ത്രം തോറ്റു അന്യഗ്രഹ ജീവികൾ ജയിച്ചു എന്നല്ല ഞാൻ പറയുന്നത്. ഇതിപ്പോ അന്യഗ്രഹ ജീവികളാണോന്ന് എനിക്കറിയില്ല, അവർ ജയിച്ചു എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി.